നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 462 462. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ 5-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. ശ്ലോകം ഇങ്ങനെയാണ്: ധൃതാതനൂരുഷധീ മേ പുരാണി യേനേഹ സത്വം പരമം പവിത്രം ശമോ ദമഃ സത്യം അനുഗ്രഹശ്ച തപസ്തിദിക്ഷാനുഭവശ്ച യത്ര. അതായത് യാതൊരുവനാൽ മനോഹരമായും പണ്ടേയുള്ളതുമായിരിക്കുന്ന പുരാതനം എന്ന് പറഞ്ഞാൽ കേടുവന്നത് എന്നല്ല അർത്ഥം. പണ്ടേ എവർ എക്സിസ്റ്റിംഗ് അപ്പോൾ ഉള്ളതുമായിരിക്കുന്ന എൻ്റെ ശരീരം ധരിക്കപ്പെട്ടിരിക്കുന്നു. യാതൊരുവനിൽ അത്യുത്കൃഷ്ടവും പരിശുദ്ധവുമായ സത്വഗുണവും അന്ധക്കരണ നിഗ്രഹവും. അന്ധക്കരണ നിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിനെ ചിത്തത്തിൽ ലയിപ്പിക്കണം. അപ്പോഴാണ് ചിതാകാശ ഗുഹയിലുള്ള ചൈതന്യത്തിന് നമുക്ക് മറക്കാണ്ടിരിക്കുക, അല്ല, അനുഭവത്തിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ബാഹ്യേന്ദ്രിയ നിഗ്രഹവും, പുറമേയുള്ള കയ്യെ കാല് ആവശ്യമില്ലാത്ത കാലിനോട് നടക്കരുത് പറയണം. ആവശ്യമില്ലാത്തവരെ തൊട്ടൊഴിയരുത്, അങ്ങനെ പറയാം. കയ്യ് ആവശ്യമില്ലാത്ത രംഗങ്ങൾ കാണരുത്, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ കേൾക്കരുത്. ഇതൊക്കെ ഒരു മനുഷ്യനെ നേരായ മാർഗത്തിലേക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഹർഡിൽസാണ്. ആ ഹർഡിൽസിനെ നമുക്ക് മാറ്റണം. അതാണ് ബാഹ്യേന്ദ്രിയ നിഗ്രഹവും. പിന്നെ പറഞ്ഞു പരമാർത്ഥ ഭാഷണവും. പരമാർത്ഥ ഭാഷണം എന്ന് കണ്ടതും കേട്ടതല്ല, അനുഭവമാണ് ഗുരു. അനുഭവം പറയാൻ പാടുള്ളൂ, അനുഭവിച്ചതേ പറയാൻ പറ്റുള്ളൂ. ദുഃഖത്തിനെ തീർക്കുവാനുള്ള പരിശ്രമം, മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾക്ക് ഒരു തന്ത്രപ്പാട് വേണം. അതാണ് ശരിക്കുള്ള ഈശ്വര പൂജ. കാരണം നമ്മളെ കൊണ്ട് വേറൊരുത്തിനൊരു ഉപകാരം ഉണ്ടാകുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ചൈതന്യം നമ്മളെ ഡയറക്റ്റായിട്ട് ബ്ലെസ് ചെയ്യണം. അതാണ് നമുക്ക് LUCK ആയിട്ട് വരുന്നത്, ലക്കായിട്ട് വരുന്നത്. അപ്പോൾ തപസ്സും ശഹനശക്തിയും എന്തു തന്നെ വന്നാലും സൈക്കിളിലാണ് പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ ശഹനശക്തിയും അനുഭവജ്ഞാനവും ഉണ്ടോ? അനുഭവജ്ഞാനം അതാണ് ഇതിൽ ഏറ്റവും വലുത്. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം: ആ വിധം മഹിമയുള്ള ബ്രാഹ്മണരുടെ ലക്ഷണത്തെ ഉപദേശിക്കുന്നു. ഏതു കാലത്തും നശിക്കാതെ നിൽക്കുന്നതായ വേദമാകുന്ന എൻ്റെ മൂർത്തിയെ, അറിവാണ് ഭഗവാന്റെ രൂപം. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പാഴ്ശ്രമമാണ് ചെയ്യുക. അധ്യയനാദിദ്വാര പഠിപ്പിക്കുക. യാതൊരുവർ ധരിക്കുന്നുവോ, യാതൊരുവരിൽ അത്യുത്കൃഷ്ടവും അതിപാവനവുമായ സത്വഗുണം, മനോനിഗ്രഹം, ഇന്ദ്രിയ നിഗ്രഹം, സത്യഭാഷണം, പരദുഃഖ നിവാരണ പരിശ്രമം, ആഹാരാദി നിയമം, 3 വിധങ്ങളായ ദുഃഖങ്ങളെയും സഹിക്കുവാനുള്ള ശക്തി. അവിടെയാണ് ഈ പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ വരുന്നത്. വേദാർത്ഥ പരിജ്ഞാനപൂർവകമായ, വേദങ്ങളുടെ അർത്ഥങ്ങളെ നിരൂപിച്ച പരിജ്ഞാനപൂർവകവുമായ എൻ്റെ സ്വരൂപ സാക്ഷാത്കാരം എന്നീ 8 ഗുണങ്ങളിൽ വിളങ്ങുന്നുവോ. there are 8 qualities. മനസ്സിലായോ? അവരാണ് മഹാന്മാരായ ബ്രാഹ്മണരെന്ന് ധരിച്ചുകൊള്ളുവിൻ. ഇതാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. ഇനി 25-ാമത്തെ ശ്ലോകം: തോപ്യനന്ദാത് പരത പരസ്മാത് സ്വർഗാപവർഗാധിപതിർ ന കിഞ്ചിത് യേഷാം കിമുസ്യാദിതരേണ തേഷാം അകിഞ്ചനാനാം മയി ഭക്തഭാജാം. അതായത് അവധിരഹിതനും, ഹോളിഡേയ്സ് പാടില്ല ജീവിതത്തിൽ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈശ്വരോപാസനത്തിലെ
ഞാൻ ഇന്ന് മത്സ്യമാംസം കഴിച്ചു അമ്പലത്തിലേക്കില്ല എന്ന് പറയരുത്. മത്സ്യമാംസം കഴിക്കരുത്. കാരണം സനാതന ധർമ്മത്തിൻ്റെ നാരായ പേര് അഹിംസയാണ്. അപ്പോൾ ജീവനുള്ളതിനെ കൊന്നു തിന്നിട്ട് ശരീരത്തിന് പുഷ്ടി ഉണ്ടാവണ്ടെന്ന് വെക്കാൻ സാധിക്കണം. അതാണ് അവധിരഹിതനും സർവോത്കൃഷ്ടനും സ്വർഗത്തെയും മോക്ഷത്തെയും നൽകുന്നതിന് സമർത്ഥമായ ഈശ്വരനുമായിരിക്കുന്ന എന്നിൽ നിന്ന് യാതൊരുത്തർക്ക് യാതൊന്നും ആവശ്യമില്ലയോ, എല്ലാറ്റിനെയും ഉപേക്ഷിച്ചിരിക്കുന്നവരും എന്നിൽ പരമപ്രേമത്തെ വഹിച്ചിരിക്കുന്നവരുമായ അവർക്ക് അന്യനെ കൊണ്ട് എന്തു പ്രയോജനം? അതാണ് ഭഗവാൻ നമ്മുടെ ഹൃദയപത്മത്തിലുണ്ടെങ്കിൽ പിന്നെ ആരുടെ സഹായം വേണ്ടത്? കളക്ടറും ഗവർണറും ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററൊക്കെ ആത്മാവിന് താഴെയാണെന്നുള്ള ബോധം വരണം. അപ്പോഴാണ് ഈ കക്ഷിക്ക് വേണ്ടിയിട്ട് കൊലപാതകങ്ങൾ അതെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊലപാതകങ്ങൾ ചെയ്യാതെ ഇരിക്കാൻ സാധിക്കണം. മനസ്സിലായോ? ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. പരമവൈരാഗ്യം ബ്രാഹ്മണരുടെ സ്വഭാവ ഗുണമെന്ന് ഈ ശ്ലോകത്താൽ ഉപദേശിക്കുന്നു. കാലദേശാവധികളിൽ നിന്നും അതിക്രമിച്ചും ബ്രഹ്മാദിദേവന്മാർക്കും കാരണഭൂതനായും ഇഹത്തിലും പരത്തിലുമുള്ള സർവഭോഗങ്ങളെയും മോക്ഷത്തെയും നൽകുവാൻ ശക്തനുമായിരിക്കുന്ന എന്നിൽ നിന്നുകൂടി. അപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ പ്രൊവൈഡഡ് ഹിസ് ബ്ലെസ്സിങ്സ് ആർ ദർ, അങ്ങനെ പറഞ്ഞാൽ മതി. ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ വേറെ ഒരു അപേക്ഷയും നമുക്ക് ഒരാളോടും ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് യാതൊരുത്തർക്ക് യാതൊന്നും പ്രാർത്ഥിക്കത്തക്കതായിട്ടില്ലയോ. ഒരാൾക്കൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഭഗവാൻ തരും. അതാ പറഞ്ഞത്. രാമ 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 പാഹ്യമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹ്യമാം. അതിൽ പാഹ്യമാം എന്നുള്ളത് വേണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ ഗുരുനാഥൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി എക്സിക്യൂട്ട് ചെയ്യുക. ശ്രീഹരിയുടെ പ്രീതിക്ക് വേണ്ടി നമ്മൾ നാമം ചെല്ലുക. മനസ്സിലായില്ലേ? എന്നിൽ പരമലക്ഷണമായ ഭക്തിയെ മാത്രം വഹിച്ചും ഇതര ഭോഗ്യവസ്തുക്കളെ നിശേഷം വെടിഞ്ഞുമിരിക്കുന്ന വൈരാഗ്യശാലികളായ അവർക്ക് അന്യരെ കൊണ്ട് എന്തൊരാവശ്യമാണുള്ളത്? യാതൊരാവശ്യവുമില്ല. എൻ്റെ പ്രീതിയെ മാത്രം ആഗ്രഹിക്കുന്ന അവരെ പൂജിക്കുന്നത് എൻ്റെ സന്തോഷമാകുന്നു. എൻ്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവർ ആ വിധമുള്ള ബ്രാഹ്മണരെ ഭജിക്കണം. അതാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം 26. സർവാണി മധ്യഷ്ണ്യാദയാ ഭവദ്ഭിർക്ഷരാണി ഭൂതാനി സുധാ ധ്രുവാണി സംഭാവിതവ്യാനി പദേ പദേ വോ വിവിക്തദുർഗദൃഗ്ഭിതസ്തു വിവിക്തദൃഗ്ഭിസ്തദു ഹാ അർഹണാം മേ. ഹേ പുത്രന്മാരെ, ഭവാന്മാരാൽ ചരിക്കുന്നവയും ഉറച്ചു നിൽക്കുന്നവയുമായ സകല ഭൂതങ്ങളും എൻ്റെ വാസസ്ഥാനമായിട്ട് അവസരം തോറും ശുദ്ധമായ ദർശനത്തോടു കൂടിയ നിങ്ങളാൽ സമ്മാനിക്കത്തക്കവയാകുന്നു. അതുതന്നെ എൻ്റെ യഥാർത്ഥ പൂജനം. ഭഗവന്മയമായിട്ട് എല്ലാവരും സ്വീകരിക്കുക നമ്മൾ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. ബ്രാഹ്മണ ഭജനം ആവശ്യമാണെന്ന് ഉപദേശിച്ച ശേഷം സർവചരാചരങ്ങളെയും ആദരിക്കണമെന്ന് ശാസിക്കുന്നു. ബ്രാഹ്മണരെ മാത്രമല്ല, സർവചരാചരങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ ഉത്കൃഷ്ടം നികൃഷ്ടം എന്നീ ഭാവഭേദങ്ങൾ കൂടാതെ ചരാചരങ്ങളായി കാണപ്പെടുന്ന സർവഭൂതങ്ങളെയും സർവന്തര്യാമിയായും സർവപ്രേരകനുമായിരിക്കുന്ന സർവേശ്വരനുടെ എൻ്റെ വാസസ്ഥാനങ്ങളാണെന്നുള്ള പരമാർത്ഥ ബോധത്തോടുകൂടി അതത് അവസരങ്ങളിൽ സമ്മാനിച്ചു കൊള്ളണം. അതാണ് സമയത്തെ മാനിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെ ചെയ്യുന്നതാണ് എൻ്റെ ഉത്തമ ആരാധന. പ്രതിമാതി പൂജനം മാത്രമാണ് കർത്തവ്യം എന്ന് നിങ്ങൾ കരുതരുത് എന്ന് സാരം. ഇമ്പോർട്ടൻ്റ് അതാണ്. അപ്പോൾ വിവിക്തദൃഗ്ഭിസ്തദുഹാര അഹ അർഹണമേ പറഞ്ഞു. ഇനി
എന്താ പറയുക, ഇത് നമ്മളെപ്പോഴും ഏത് ഈ 26-ാമത്തെ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റാണ്. പേജ് നമ്പർ 83. ഇതിലിപ്പോൾ ഇതേവരെ ഒന്നും വന്നിട്ടില്ല. 83 പേജ് 83 പ്രതിമ ആരാധന. ഇനി നമുക്ക് 27-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. അതെന്താ ശ്ലോകം? മനോവചോദ്യകരണേ ഹിതസ്യ സാക്ഷാൽ കൃതം മേ പരിബർഹണം ഹി വിനപുമാന്യേന മഹാവിമോഹാത് കൃതാണ്ഡപാശാന്ന വിമോക്തുമീശേത്. മനസ്സ്, വാക്ക്, ദൃഷ്ടി, മറ്റ് ഇന്ദ്രിയങ്ങൾ ഇവയുടെ വ്യാപാരത്തിൻ്റെ സാക്ഷാത്തായ ഫലം എൻ്റെ ആരാധനം തന്നെ. യാതൊന്നുകൊണ്ടല്ലാതെ പുരുഷൻ മഹത്തായ അജ്ഞാനത്തിൻ്റെ ഫലമായ അന്തകപാശത്തിൽ നിന്ന്, അതായത് യമൻ്റെ കയറിൽ നിന്ന് മോചിപ്പിക്കുവാൻ സമർത്ഥനാകയില്ല. അപ്പം മനുഷ്യനായിട്ട് പറഞ്ഞാൽ ഈ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടി വേറൊരു ജന്മത്തിൽ ജനിക്കാനോ മരിക്കാനോ ഉള്ള ഇട ഉണ്ടാക്കരുത്. അതിനാണ് ഇവിടെ അത്ര ഇതായിട്ട് പറഞ്ഞത്, കാര്യമായിട്ട് പറഞ്ഞത്. സർവഭൂതങ്ങളെയും സമ്മാനിക്കണമെന്ന് ഉപദേശിച്ച ശേഷം സർവകർമ്മങ്ങളെയും ഈശ്വരാരാധന രൂപേണ സമർപ്പിക്കണമെന്ന് ഉപദേശിക്കുന്നു. മനസ്സ്, വാക്ക്, നേത്രം മുതലായ സകല ഇന്ദ്രിയങ്ങൾ കൊണ്ടും ചെയ്യുന്ന സകല വ്യാപാരങ്ങളുടെയും ഉത്തമ ഫലം എൻ്റെ ആരാധനമായിരിക്കണം. അതായത് ഭഗവത് ആരാധന അല്ലാണ്ട് വേറെ ഒരു കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രീതിക്കായി കൊണ്ട് സർവകർമ്മങ്ങളും ആചരിക്കണം. സർവകർമ്മങ്ങളും എന്നിട്ടോ തന്നിമിത്തം സിദ്ധിക്കുന്ന പ്രസാദം കൊണ്ട് മാത്രമല്ലാതെ പുരുഷൻ ആത്മാവിനെ മായാമോഹത്തിൻ്റെ ബലമായ ജനനമരണ രൂപബന്ധത്തിൽ നിന്ന് വിടർത്തുവാൻ ശക്തനാകുന്നില്ല നിശ്ചയം എന്ന് പറഞ്ഞു. ഇത് മറക്കരുത്. അപ്പോൾ പേജ് നമ്പർ 84 വിഷ്ണുപ്രീതി എന്ന് പറയാം നമുക്ക്. വിഷ്ണുപ്രീതി. ഇനി 28-ാമത്തെ ശ്ലോകം. അത് പ്രോസാണ്. ഇപ്പം ഈ പഞ്ചമസ്കന്ധത്തിലെല്ലാം പ്രോസാണ്. അത് കുറച്ച് ലെങ്തിയാണ്, ശ്രദ്ധിച്ചോളൂ. ഏവം മനുസാസ്യ ആത്മജാൻ സ്വയം മനുശിഷ്ടാൻ അഭി ലോകാനുശാസനാർത്ഥം മഹാനുഭാവ പരമസുഹൃത് ഭഗവാൻ ഋഷഭാപദേശേ ഉപശമശീലാനാം ഉപരതകർമ്മണാം മഹാമുനീനാം ഭക്തിജ്ഞാനവൈരാഗ്യലക്ഷണം പരമഹംസ്യ ധർമ്മം ഉപശിക്ഷമാണഃ സ്വതനയ ശതജ്യേഷ്ഠം പരമഭാഗവതം ഭഗവത് ജനപരായണം ഭരതം ധരണീപാലനായി അഭിഷിച്യ സ്വയം ഭവന ഏവോർവരിത ശരീരമെത്ര പരിഗ്രഹ ഉന്മത്തൈവ ഗഗനപരിധാന പ്രകീർണകേശ ആത്മന്യാരോപിതാഹവനീയോ ബ്രഹ്മാവർത്താത് പ്രവ്രവ്രാഹാം. ഇതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത് സ്വതേ അറിവുള്ളവരാണെങ്കിലും ലോകത്തെ അനുശാസിപ്പാനായി കൊണ്ട് ഇപ്രകാരം അനുശാസിച്ചിട്ട് മഹാവൈഭവത്തോടു കൂടിയവനും ഋഷഭൻ എന്ന നാമത്തെ സ്വീകരിച്ചിരിക്കുന്നതുമായ ജ്ഞാനസ്വരൂപൻ ഇഹപര സുഖവിഷയങ്ങളെ ഉപേക്ഷിക്കുന്ന ശീലത്തോടു കൂടിയവരും കർമ്മങ്ങളിൽ നിന്ന് വേറിട്ടിരിക്കുന്നവരുമായ മഹാന്മാരായ മുനിമാരുടെ വൈരാഗ്യ ലക്ഷണം, ഭക്തിജ്ഞാന വൈരാഗ്യ ലക്ഷണം, ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നിവയാകുന്ന ലക്ഷണത്തോടു കൂടിയ പരമഹംസ്യ ധർമ്മ, പരമഹംസന്മാരുടെ ധർമ്മത്തെ
ഉപദേശിപ്പാൻ ഭാവിക്കുന്നവനായിട്ട് സ്വതനയ ശതജ്യേഷ്ഠ സ്വപുത്രന്മാരായ 100 പേരിൽ വെച്ച് വയസ്സുകൊണ്ട് ജ്യേഷ്ഠനും ഉത്കൃഷ്ട ഭഗവത് ഭക്തനും ഭഗവത് ജനന പാരായണം ഭക്തജനങ്ങളെ സർവാത്മന ആശ്രയിക്കുന്നവനുമായ ഭരതനെ ഭൂമി പരിപാലിപ്പാനായി കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് താൻ ഗൃഹത്തിൽ തന്നെ ഉർവരിത ശരീര മാത്ര പ്രതിഗ്രഹ, അതായത് എല്ലാം ഉപേക്ഷിച്ച ശേഷം ശരീരം മാത്രമാകുന്ന പരിഗ്രഹത്തോടു കൂടിയവനും ഉന്മാദരോഗമുള്ളവനെന്ന പോലെ ചിതറിക്കിടക്കുന്ന തലമുടിയോടുകൂടിയവനും ആത്മാവിൽ ആരോപിക്കപ്പെട്ട അഗ്നിയോടുകൂടിയവനുമായ ബ്രഹ്മാവർത്തത്തിൽ നിന്ന് പോയി. അതായത് അദ്ദേഹം വന്ന സ്ഥലത്ത് നിന്ന് പോയി എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. എന്താ? ഋഷഭൻ എന്ന നാമത്തെ ധരിച്ച് അവതരിക്കുന്ന ഭഗവാൻ സ്വപുത്രന്മാർ സ്വതേ അറിവുള്ളവരാണെന്നറിഞ്ഞിട്ടും പിത്രാദികൾ പുത്രാദികളെ അനുശാസിക്കണം എന്ന് ലോകത്തിലുള്ളവരോടുകൂടി ഉപദേശിപ്പാനായിട്ട്. അതാണ് ലോകത്തിലെ എല്ലാ അച്ഛനമ്മമാർക്കും ഒരു അജണ്ട വേണം, തൻ്റെ കുട്ടികളെ ശിക്ഷിച്ച് വളർത്തുക എന്നുള്ളത്. മുമ്പ് വിവരിച്ച രീതിയിൽ ഉപദേശിച്ചു. അത്രയ്ക്കുള്ള മഹിമയും ലോകാനുഗ്രഹത്താൽ പരതയും മൂർത്തീകരിച്ച അവതാര സ്വരൂപമാണ് ഇത്. ഇനി ഇഹത്തിലും പരത്തിലും സിദ്ധിക്കാവുന്ന സുഖവിഷയങ്ങളിൽ ആഗ്രഹിക്കാതിരിക്കത്തക്കവണ്ണം വിചാരശീലന്മാരും പിന്നെന്താ പറഞ്ഞത്, സുഖോചിത വിഷയങ്ങളെ സമ്പാദിപ്പാനുള്ള പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ചവരുമായ മഹാമുനിമാരുടെ ഈശ്വരഭക്തി, വിഷയവൈരാഗ്യം എന്നിവയാകുന്ന ലക്ഷണത്തോടു കൂടിയ പരമഹംസധർമ്മത്തെ കാട്ടിക്കൊടുക്കണം എന്നാകുന്നു ഭഗവാൻ വിചാരിക്കുന്നത്. അതിനായിട്ട് തൻ്റെ 100 പുത്രന്മാരിൽ വെച്ച് ജ്യേഷ്ഠനും ഭാഗവത ഭക്തനും ഭക്തജനപ്രിയനുമായ ഭരതനെ രാജ്യം പരിപാലിപ്പാനായി അഭിഷേകം ചെയ്തു. താൻ സകലത്തെയും ത്യാഗങ്ങളിൽ തന്നെ ഗൃഹത്തിൽ തന്നെ ഉപേക്ഷിച്ചു. അഗ്നിഹോത്രത്തിനായി ഉപയോഗിച്ച അഗ്നിയെ ആത്മാവിൽ ആരോപിച്ചു. ശരീരമാത്ര പരിഗ്രഹനായിട്ടും പുറപ്പെട്ടു. ശരീരത്തിൽ അഭിമാനിക്കുന്നതായ മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ചിരിക്കുന്നതിനാൽ വസ്ത്രാച്ഛാദനം കൂടി ഉണ്ടായിരുന്നില്ല. തലമുടിയെ ഒരുക്കിക്കെട്ടുക മുതലായ ദേഹസംസ്കാരത്തിൽ കൂടി എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? മനസ്സ് വ്യാപരിച്ചിരുന്നില്ല, മനസ്സിനെ ചിത്രത്തിൽ ലയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ ഉന്മാദരോഗം പിടിപെട്ടിരിക്കുന്ന ഭീരു ഒരുവനെ എന്ന് തോന്നുവാൻ തക്കവിധം നഗ്നനായിട്ട് ബ്രഹ്മാവർത്തത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ശ്ലോകം 29, അത് കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറിയ ശ്ലോകം, 3 വരിയാണ്. ജഡ അന്ധ മൂക ഭദിര പിശാചോ ഉന്മാദകവത അവധൂതവേഷോ അഭിഭാഷ്യമാണോ അഭിജനനാം ഗൃഹീത മൗനപദസ്തുഷ്ണീം ബഭൂവാം. പറയണു വാക്കാർത്ഥം ആദ്യം. ബുദ്ധിശൂന്യൻ, ദൃഷ്ടിഹീനൻ, സംസാരിപ്പാൻ സാധിക്കാത്തവൻ, കേൾക്കുവാൻ കഴിയാത്തവൻ, പിശാച ഉന്മാദമുള്ളവർ എന്നിവരെ പോലെ, അവധൂത വേഷ, സംസ്കാരം ചെയ്യാത്ത വേഷത്തോടു കൂടിയവൻ, സംഭാഷിക്കപ്പെടുന്നവൻ, ഗൃഹീത മൗനവ്രതത്തെ സ്വീകരിച്ചവൻ, സംസാരിക്കാതിരിക്കുന്നു
എന്ന് പറഞ്ഞു. എന്താ അവരൊക്കെ ഉണ്ടാകേണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യത്തിൻ്റെ പ്രസക്തി. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? പരമഹംസധർമ്മത്തെ പ്രകാശിപ്പിക്കുവാനായി ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ ഭഗവാന്റെ യോഗമാഹാത്മ്യത്തെ വിവരിക്കുന്ന പൂർവ അപരകാര്യങ്ങളെ കുറിച്ചാലോചിപ്പാൻ ബുദ്ധിശക്തിയില്ലാത്ത ഒരുവനെന്ന പോലെ സങ്കല്പം യാതൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ണിന് കാഴ്ചയില്ലാത്തവനെ ആത്മവിദ്യമായുള്ള യാതൊന്നിനെയും കാണുന്നവരുമായിരുന്നില്ല. കേൾക്കാൻ കഴിയാത്തവനെ പോലെ ഒരു ശബ്ദവും കേട്ടിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പിശാചോ ഭ്രാന്തനോ എന്ന മട്ടിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒന്നും അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച മനസ്സോടുകൂടി ആത്മാവിൽ അടക്കിയതുകൊണ്ട് വിഷയങ്ങളുടെ ഗ്രഹണമുണ്ടായില്ല. എങ്കിലും ആത്മാരാമനായിരുന്നതിനാൽ ശരീരം നിലനിൽക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 30-ാമത്തെ ശ്ലോകം. 30-ാമത്തെ ശ്ലോകം പ്രോസ് ഇതിൻ്റെ മുമ്പത്തെ ഏതിലാണ് വന്നത്? അതെ, 28-ാമത്തെ ശ്ലോകത്തിൽ വരുന്നുണ്ടായി. അതേപോലെയാണ് 30. തത്ര തത്ര പുരാഗ്രാമകരഘേളവാട ശിബിര വ്രജഘോഷ സാർത്ഥ ഗിരിവനാശമാദി സമർത്ഥഗിരിവനാശ്രമാദിഷനുഭത അവനീചര പരിഭൂയമാനോ മക്ഷികാഭിരിവ വനഗജതസ്തർജനദാഢവാവഹേന നഷ്ടീവന ഗ്രാവശഗൃദ്രജ പ്രക്ഷേപൂതിവാദരുക്തൈ സ്തദവിഗണയന്നോ വാസൽ സംസ്ഥാന ഏതസ്മിൻ ദേഹോപലക്ഷണേ സപദസേ ഉഭയാനുഭവസ്വരൂപേണ സ്വമഹിമാവസ്ഥാനേന അസമരോപിതാമഹം മമാഭിമാനത്വാദം അവിഗണ്ഠിതമന പൃഥിവീ മേഘചാര പരിഭ്രാമ. അതിൻ്റെ വാക്കാർത്ഥം വരുന്നത് എങ്ങനെയാണ്? അവിടെ രാജനിവാസി സ്ഥാനമായ പട്ടണം, ഊരുക്കള്, ഗ്രാമങ്ങള്, രത്നാദികളെടുക്കുന്ന സ്ഥലങ്ങള്, കൃഷിക്കാരുടെ നിവാസ സ്ഥാനങ്ങള്, ഉദ്യാനം, പർവ്വതങ്ങളുടെ സമീപത്തുള്ള ഗ്രാമങ്ങള്, സേനകൾ വസിക്കുന്ന സ്ഥാനങ്ങള്, പശുക്കളും വാസസ്ഥാനം, പശുക്കളെ കൊണ്ട് കഴിക്കുന്ന ഗോപന്മാരുടെ തെരുവുകൾ, യാത്രക്കാരനായ ജനങ്ങൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന സത്രം മുതലായ സ്ഥാനങ്ങൾ, മലകൾ, മഹർഷിമാരുടെ സ്ഥാനങ്ങൾ, ആദിഷു എന്നീ സ്ഥലങ്ങളിൽ അവനീചരരാവസതെ ഭൂമിയിലുള്ള ദുഷ്ടന്മാരാൽ കാട്ടീച്ചകളാൽ കാട്ടാന എന്ന പോലെ പരിഭൂയമാന ഉപദ്രവിക്കപ്പെടുന്നവനായിട്ട് ഭയപ്പെടുത്തൽ, പ്രഹരം, ശരീരത്തിന്മേൽ മൂത്രവിസർജനം, തുപ്പുക, കല്ല്, മലം, പൂഴി, ഏറ്, അധോവായു, ചിത്തവാക്കുകളാൽ അതിനെ അവിഗണയൻ ഏവ ഗണിക്കാത്തവനായിട്ടു തന്നെ അസത്തായ സന്നിവേശത്തോടു കൂടിയതും സത്ത് എന്നുള്ള നാമം മാത്രമുള്ളതും
ദേഹപാലക്ഷണേന ദേഹാകൃതിയിലിരിക്കുന്നതുമായ ഇതിൽ ആരോപിക്കപ്പെട്ടതായ ഞാൻ എൻ്റേത് എന്നുള്ള അഭിമാനം ഹേതുവായിട്ട് സ്വരൂപാനന്ദത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മനസ്സ് വികൃതിയില്ലാത്തവനായിട്ട് ഏകനായി സഞ്ചരിക്കുന്നവനായിട്ട് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. ആ മഹാത്മാവ് ഏകനായിട്ട് ഭൂമിയിൽ പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, കാടുകൾ, പർവ്വതങ്ങൾ എന്നിങ്ങനെയുള്ള പല സ്ഥാനങ്ങളിലും സഞ്ചരിച്ചു. അവിടെ സഞ്ചരിക്കുന്ന ദുഷ്ടജനങ്ങൾ അസഹ്യമായ പല ഉപദ്രവങ്ങളും ചെയ്തിരുന്നു. ആ മഹാന്റെ മനസ്സ് കാര്യകാരണ സംഘാതമായിരുന്നില്ല, ദേഹേന്ദ്രിയാദികളെ അനുസന്ധാനം ചെയ്തിരുന്നില്ല എന്ന് പറയണം. ആത്മാവിനാൽ മുഴിയിരുന്നു. അതിനാൽ കാട്ടിനയുടെ മീതെയിരിക്കുന്ന ഈച്ചകൾ ആ മഹാഗജത്തെ ഉപദ്രവിപ്പാൻ കഴിയാത്തതുപോലെ ജനങ്ങൾ ഏൽപ്പിക്കുന്ന പീഡനങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വികാരപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അതിനാൽ പരിഭവം ലേശവുമില്ലാതെ ഭൂമിയിൽ എങ്ങും സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.